ഹായ്! ഒരാനയുടെ തുമ്പിക്കൈയിൽ ഒരു പെണ്ണിനെ ഇങ്ങനെ കിടത്തിയിട്ട് ഒരാണിങ്ങനെ ഡാഷ് ഡാഷ് ചെയ്താൽ എങ്ങനുണ്ടാകും? ഇതൊക്കെ ഞാൻ പറയുമ്പം നിങ്ങൾക്ക് എന്നോട് ഭയങ്കര വെറുപ്പായിരിക്കും. ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളല്ലേ. ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങളതൊക്കെ കാണുന്നില്ലേ? ഉം. അപ്പം ആരെക്കുറിച്ചാ പറയുന്നത് മനസ്സിലായി കാണുമല്ലോ. ഉം. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ആഗ്രഹമല്ല, സാധിച്ചു കാണും. കാരണം അദ്ദേഹമെല്ലാം ഭയങ്കര എല്ലാവരും ഇഷ്ടം പോലെ പണ്ട് ഇതേപോലെ ഒരു ചെക്കൻ വന്നിരുന്നു. ചെക്കനല്ല, കുറച്ച് സ്ത്രണതയുണ്ടവന്. അപ്പോൾ അത് കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, അയാൾക്ക് വരി വരിയായിട്ട് സിനിമയിൽ പെണ്ണുങ്ങളിങ്ങനെ നിരന്ന് നിൽക്കുമല്ലേ, നിന്നെപ്പോലെ ഒരു ഓമ്പതിനെ, സോറി, നിന്നെപ്പോലെ ഒരാളെ എന്തിനാ എന്നൊക്കെയാണ് നമ്മുടെ ആൾക്കാർ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായോ ആ ചെക്കനെന്ന് പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്ന്? കാരണം ചിലരുടെ മാനസികാവസ്ഥ അങ്ങനാണ്. അവർക്കൊക്കെ ഭ്രാന്ത് പിടിച്ചു. കാരണം ഡാഷ് തലയ്ക്ക് പിടിച്ചു. വട്ടല്ല, വട്ടിന്റെ മുന്നേ വേറൊരു സാധനം ചേർത്തു. അത് ഞാൻ പച്ചയ്ക്ക് പറയുന്നു പറഞ്ഞ് പ്രശ്നമാവുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ തലയ്ക്ക് പിടിച്ച് ഭ്രാന്തായിപ്പോയി. ഇങ്ങനെ ഭ്രാന്തായി അവർക്ക് പോകുമ്പം അവരുടെ ഭാര്യ അതിനേക്കാൾ ഭ്രാന്താവും. ഈ ഇയാളുടെ ഈ ഇപ്പൊ ജയിലിൽ കിടക്കുന്നില്ലേ അയാളുടെ ഭാര്യ ഭ്രാന്തിന്റെ അവസ്ഥയിലേക്ക് പോയി. അവരെങ്ങനെ ഭ്രാന്തിന്റെ അവസ്ഥയിലേക്ക് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭർത്താവിനോട് അത്രയ്ക്ക് സ്നേഹമായിരിക്കും. എൻ്റെ ഭർത്താവിനെ എനിക്ക് സംതൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല. എന്നിലെന്തോ കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്. ഞാൻ ഒന്നിനും കൊള്ളാത്ത ആളാണ്. അതുകൊണ്ടല്ലേ എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച് വേറെ പെണ്ണുങ്ങളുടെ പിന്നാലെ പോകുന്നു എന്നുള്ള ആ ചിന്തയിൽ മാനസികമായിട്ട് അങ്ങ് തകർന്നു പോകും. ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങൾ കണ്ടില്ലേ, ഒരു ഭയങ്കരമായിട്ട് ഒരു വലിയൊരു സെലിബ്രിറ്റിയുടെ വൈഫ് ഡൈവേഴ്സായി പോകുന്നത്. അവർക്ക് ഇഷ്ടം പോലെ പണവും മറ്റുള്ള എല്ലാം ഉണ്ട്. എല്ലാത്തിൽ കൂടുതലും മാനസിക സംഘർഷം. പണം ഇരുന്നാലും എന്തും ഇരുന്നാലും പെട്ടെന്ന് പിരിയുന്നതിന് കാരണം അതാണ്. നമ്മൾ ഇത്രയും സ്നേഹിക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ഭർത്താവ് വേറൊരു പെണ്ണിൽ ആകൃഷ്ടയായെങ്കിൽ എനിക്ക് കുറ്റമുണ്ട്, എനിക്ക് കുറവുകളുണ്ട്, എന്നെ ഒന്നിനും കൊള്ളത്തില്ല. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് പോയി അവരൊരു ഭ്രാന്തിൻ്റെ അവസ്ഥയാവും. അതാണ് ഇവരുടെ ഭാര്യയ്ക്കും, ഈ ജയിലിൽ കിടക്കുന്ന ആളുടെ ഭാര്യയ്ക്കും അങ്ങനെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പം ഇയാൾക്ക് ഇതൊന്നും അല്ല പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് ചിന്തിക്കാനുള്ള ഒരു കാര്യം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പെണ്ണിനെ എന്തുവാ പറയുന്നേ, കേറി പിടിക്കാനായിട്ട് പോയെന്ന് പറയുന്നുണ്ടല്ലോ കാരവാനിനകത്ത്. അപ്പോൾ അതിൻ്റെ വാതിലിൽ ഒരു പെണ്ണ് കാത്തിരുന്നു. ആരെങ്കിലും വരുന്നോ വരുന്നോന്ന് നോക്കി. അവളുടെയൊക്കെ ഒരു ഇതേ, അവള് നാളെ വേണമെങ്കിൽ അവളുടെ അമ്മയോ അല്ലെങ്കിൽ അവളുടെ മകളെയോ ഇതുപോലൊക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഏതെങ്കിലും പെണ്ണുങ്ങൾ ചെയ്യുന്ന പ്രവർത്തിയാണോ ഇതൊക്കെ? അപ്പം ഇയാളാണെങ്കിൽ എവിടുന്നോ വന്നൊരു പെണ്ണിനെ പെട്ടെന്ന് ഓടിക്കേറി ചാടിക്കേറി പിടിക്കണമെങ്കിൽ ഇയാൾക്ക് എന്ത് ഭ്രാന്തായിരിക്കും? എല്ലാരും പറയുന്നുണ്ട് ഇതൊക്കെ നടന്നിട്ട് ഒരുപാട് മാസങ്ങളായില്ലേ, എപ്പോ എന്തിനാ വന്നേന്ന്. പിടിച്ച ആളെ സാധാരണ ആളല്ല. അറിയാലോ, സാധാരണപ്പെട്ട ഒരാളല്ല. അപ്പം അയാളെ കറക്റ്റ് വലയിൽ പെട്ടെന്നൊരു വലയിട്ട് വലയിലോട്ട് ചേർത്ത് കെട്ടി വെക്കാനുള്ള ആളല്ല. വലയെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് അയാളങ്ങ് ഓടിപ്പോവും. അപ്പം ഒരിക്കലും പൊട്ടിക്കാത്ത വലിയ ഒരു വല ഇങ്ങനെ റെഡിയായിക്കൊണ്ട് പോലീസ് ഇരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഈ കാവല് നിന്ന ആൾക്കാരും ഈ കൂടെ കേറി പിടിക്കാൻ പോയ ആൾക്കാരും, ഞാൻ എന്താ പറയുന്നേന്ന് നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമല്ലോ പല ആൾക്കാർക്കും. ഞാൻ ആരുടെയും പേരൊന്നും പറയാത്തയാണ് കേട്ടോ. അപ്പൊ നമ്മളിരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴൊക്കെ ഞാനാണെങ്കി ഇയാളുടെ പണ്ടൊക്കെയാണ് ഇയാളുടെ പല ഈ പണ്ട് ഏതോ ഒരു മോഹൻലാലിന്റെ ഒരു പടം ഉണ്ടായിരുന്നു. ഒരു മാടമ്പിയുടെയൊക്കെ ഉള്ളെ. അപ്പം ആഹ് ഇയാള് അതൊരു നടന്ന സംഭവമാണ്. അപ്പം ഇയാള് അവിടെ ഭയങ്കര ഒരു പ്രശ്നം. ആ ഒരു മൂവിയൊക്കെ നടക്കുമ്പോ ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടാക്കി. ഒരു പെണ്ണിന്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കിയെന്ന് ആരൊക്കെയോ പറയുന്നത് ഞാൻ പണ്ട് എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവം. അപ്പോൾ അന്ന് തൊട്ട് ഇയാള് ഇങ്ങനെ രക്ഷപ്പെട്ട് പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പം കാത്തിരുന്നതാണ് ഈ ഒരു കാലഘട്ടം തീർന്നു പോട്ടെ. കാലഘട്ടം മനസ്സിലായല്ലോ നിങ്ങൾക്ക് എന്താന്ന്. ഞങ്ങള് പിടിക്കുന്നുണ്ട്, പിടിച്ച് ശരിയാക്കി തരാം എന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കിയിരുന്ന്. പിന്നാണെങ്കി വേറെ ഒരു പ്രധാനമായിട്ടൊരു കാര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാ, നമ്മൾ പറയണോന്ന് പേടിയാ എനിക്ക്. ഏത് കക്ഷിയിലാണോ പീഡനം നടക്കുന്നത്, ആ കക്ഷിക്ക് തോൽവി അടയാനുള്ള ഒരു ഇതുണ്ട്. എല്ലാ പാവവും ശ്രദ്ധിച്ചു നോക്കിക്കേ. ഏത് ഒരു പീഡനവും കൊണ്ടുവരും. വലിയൊരു പീഡനവും കൊണ്ടുവരും. ഒരു പീഡനം കൊണ്ടിങ്ങനെ വെറുതെ പറയാൻ പേടിയുണ്ട്. പേടിയല്ല എനിക്ക്.
മറ്റുള്ളവരെല്ലാം കൂടെ ചേർന്ന് എന്നെ ചീത്ത വിളിക്കുമെന്നുള്ള പേടിയാണ്. അല്ല മറ്റുള്ള രീതിയിലൊന്നും പേടിയല്ല. അപ്പം ഏത് ഇതിലാണ് ഈ പീഡനം നടക്കുന്നോ അതങ്ങ് തോൽവി അടയും എന്നുള്ള ഒരു ഉണ്ട്. ഈ കുറച്ച് വർഷങ്ങളായിട്ട് ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഇവരൊക്കെ ഇലക്ഷൻ ആവുമ്പോ ഒരു 6 മാസം മുന്നേ "പിടനം, പിടനം" എന്നും പറഞ്ഞുകൊണ്ട് വരും. വന്നു കഴിഞ്ഞിട്ട് എങ്ങനേലും അത് തകർക്കാന്നൊക്കെ വരും. കാരണം ഏറ്റവും കൂടുതൽ പിന്നെ പീഡനത്തിലാണ് ഒരാളെ തകർക്കാൻ പറ്റുന്നത്. പെണ്ണെന്തെങ്കിലും വന്നങ്ങ് പറഞ്ഞാ മതി. പെട്ടെന്ന് തന്നെ തകർന്നു പോകുന്നതാണ് പലരുടെയും നല്ല ക്യാരക്ടറൊക്കെ. അപ്പം പെണ്ണുങ്ങളെ കളത്തിലിറക്കിയായിരുന്നു എല്ലാരും കളിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും എനിക്ക് പല കാര്യങ്ങളും നല്ലായിട്ട് പച്ചയായിട്ട് പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഇപ്പൊ തന്നെ പല ആൾക്കാരും എതിരിയായി. ഞാന് പറയുന്ന പല കാര്യങ്ങളും ഇങ്ങനെ പച്ചയായിട്ട് പറയരുതെന്നൊക്കെയാണ് പറയുന്നേ. അപ്പം നമ്മള് പറഞ്ഞു വന്ന സംഭവം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിലിനകത്ത് കിടക്കുന്ന ജയിലല്ലേ ഇത്? സബ് ജയിലല്ലേ? അവിടെ അകത്ത് കിടക്കുന്ന ആളെക്കുറിച്ചായിരുന്നു. അയാളെക്കുറിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കണ്ടു. ഒരുപാട് കണ്ടു. അത്രയും വന്ന് ഇങ്ങനെ പച്ചയായിട്ടൊന്നും പറയണ്ടാന്ന് വിചാരിച്ച് ഞാൻ ഷോർട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇത്രയും ക്രൂരമായ അപ്പം ഞാൻ ആലോചിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയിലുള്ള എത്ര പെണ്ണുങ്ങളെ ഡാഷ് 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 ഒരു വയസ്സായിപ്പോയി. എന്തോരം വയസ്സായി. എനിക്ക് തോന്നുന്നു 10, 60 വയസ്സിന് മുകളിൽ കാണുമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു വയസ്സാകുമ്പോഴത്തേന് എല്ലാവർക്കും ഭ്രാന്ത് കൂടുമോന്ന് സംശയമുണ്ട്. അപ്പോഴായിരിക്കും ചെറിയ ചെക്കന്മാരൊന്നും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഈ ആൾക്കാരൊക്കെ പറയും ഇവരൊക്കെ കുറച്ച് പ്രശ്നക്കാരാണ്. വയസ്സായി കഴിഞ്ഞാൽ ഡാഷ് ഇളകുമെന്നൊക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇളകി കഴിഞ്ഞു. ഭയങ്കരമായിട്ട് ഇളകിയെന്ന. ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും അങ്ങ് ഇളക്കമാണ്. ഇപ്പൊ കണ്ടിട്ടില്ലേ പെണ്ണുങ്ങളെല്ലാം നുണിയഴിച്ചങ്ങ് എറിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച നോക്കിയ ഒരു പെണ്ണും പുള്ള ബാത്റൂമിനകത്ത് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നു. ഞാൻ എന്ത് കാണിച്ചോണ്ട്? ബട്ടക്സ് കാണിച്ചോണ്ട്. ഞാൻ അന്തം വിട്ടുപോയി. ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി. സൂക്ഷിച്ച് നോക്കിയപ്പോൾ റബ്ബർ എന്തോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ. അപ്പൊ ഇവരിങ്ങനെ നിൽക്കുവാണ്. ഞാനപ്പം ഇങ്ങനെ നോക്കിയപ്പം ആരെയോ ചീത്ത പറയുവാണ്. എന്തുവാന്ന് മനസ്സിലായില്ല. അടുത്ത് നോക്കിക്കഴിയുമ്പോ എൻ്റെ മരുമകനും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ലെന്ന്. സത്യം പറഞ്ഞാ ഇതിന് സൂപ്പർ, സൂപ്പർ എന്നൊക്കെ പറയുന്ന ആണുങ്ങളെ നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയേ. ആരെയാണ് നിങ്ങൾ പ്രോത്സാഹനം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരുന്നത്? നാളെ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു പെണ്ണിനെ ഈ രീതിയിൽ ബാത്റൂമിൽ തുണി ഒഴിച്ച് നിർത്താനും നിങ്ങളുടെ ഒരു മകനുണ്ടെങ്കിൽ അവനിവിടെ വന്ന് ഈ ഒരു പെണ്ണുമ്പിള്ളയുടെ സെക്സിന്റെ രീതികളിൽ അഡിക്റ്റ് ആവാനുമാണ് നിങ്ങളൊരു തലമുറ ഈ ഒരു പെണ്ണുമ്പിള്ളയെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഒരു ലൈക്കോ, ഒരു കമന്റോ, ഒരു പ്രോത്സാഹന സംസാരമോ നിങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നശിപ്പിച്ച് കളയുക. ഇപ്പൊ അതേപോലെ ഇതൊക്കെ കണ്ട് ഞാൻ ആരുടെ കാര്യം പറയാൻ വന്നേ? അവരുടെ കാര്യം പറയാൻ വന്നേ. ഇവിടെയൊക്കെ പോയി. എനിക്കിതെല്ലാം പേടി തോന്നുവാണ്. പ്രോത്സാഹിപ്പിക്കരുത് ആരെയും. അപ്പൊ പണ്ട് ഇതേമാതിരി ഇയാള് ഈ ഒരു രീതിയിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഭയങ്കരമായിട്ടുള്ള കാര്യം, ബലത്തോട് നിൽക്കാനുള്ള കാരണം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്ത്രണതയുള്ള ആ ചെക്കൻ വന്നിരുന്ന് പല കാര്യങ്ങളും പറഞ്ഞ് അവൻ്റെ തുണി അഴിച്ച് അവൻ്റെ സ്ട്രെച്ചറും അവൻ്റെ അതും ഇതും എല്ലാം കണ്ട് ഫോട്ടോ എടുത്ത് ആർക്കോ ഒരു നടിക്ക് അയക്കാനായിരിക്കുമെന്ന്. സത്യം പറഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു കറക്റ്റ് കാര്യമായിരിക്കും. കാരണം ആ നടി ഇതുപോലെ ആർട്ട് വർക്ക് പോലെ ഒരേപോലെ ഒരുമാതിരിയുള്ള എന്തോ പറയുന്നത് സിനിമയൊക്കെ എടുക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർക്ക് അയച്ചു കൊടുക്കാൻ പറയുന്ന സത്യമുള്ള കാര്യമായിരിക്കും. എന്ന് വെച്ച് പിന്നെ ഒരുത്തനെ വിളിച്ച് ഒരു പെണ്ണാണെങ്കി അങ്ങനെ നിന്ന് കൊടുക്കുവോ? ഒരുത്തനെ വിളിച്ച് അവൻ്റെ സ്ട്രെച്ചറും അവൻ്റെ മറ്റേത് മറിച്ചത് എല്ലാം എടുത്ത് അവനെ എന്തൊക്കെയോ ചെയ്തെന്ന് പറയുന്നു. എന്തോന്ന് ചെയ്തെന്നാ എനിക്കറിയും. അപ്പൊ അന്ന് ആ ചെക്കൻ പറഞ്ഞപ്പം നിനക്ക് ഫേമസ് ആവണമെങ്കിൽ വേറെ ആരെങ്കിലും പിടിയടാ. നീ ഇത്രയും ഫേമസ് ആയ ആളെ തന്നെ പിടിച്ച് നിനക്ക് പറയണോടാ. ഡാഷേ ഡാഷേ ഡാഷേന്ന്. അന്ന് ഞാനിത് കണ്ടായിരുന്നു. ഈ ചെക്കനെ പറയുന്നതൊക്കെ. അപ്പൊ ഇന്നും അത് ഇന്നും അത് കാരണം സത്യസന്ധമായിട്ടൊരു കാര്യം ആരൊക്കെ അടിച്ചമർത്തണോന്ന് വിചാരിച്ചാലും ഒരു നാൾ അത് വെളിയിൽ വരും. അതിനുള്ള തെളിവാണ്. അന്ന് അവനെ എല്ലാരും അടിച്ചമർത്തി അവനെ അത്രയ്ക്കും വൃത്തികേടുകളൊക്കെ പറഞ്ഞ് അവന് മാനസിക സംഘർഷം ഉണ്ടാക്കി. ഇന്ന് അവൻ പറഞ്ഞത് സത്യസന്ധമാണെന്ന് അടിവരയിട്ടു. അപ്പം ഇത്രയൊക്കെയാണ്. ഞാൻ പറഞ്ഞതിനകത്തൊന്നും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങളൊക്കെ ഇനിയുള്ള ആണുങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കണം. എത്ര ഉയർന്നവനായാലും കൊമ്പത്തിരിക്കുന്നവനായാലും ഒരിക്കൽ വെളിയിൽ വരണം. ഇപ്പം അവരുടെ മക്കളുണ്ട്. മക്കളൊക്കെ ഉണ്ടായിരിക്കും. മക്കളും പെൺമക്കളുണ്ടെങ്കിൽ ഇനി ആ അച്ഛൻ്റെ മുഖത്ത് എങ്ങനാ നോക്കുന്നത്? ദൈവമേ എന്നെയും ഇനി ഇങ്ങനെന്തോലും ഇയാള് ചെയ്യുവോ എന്നുള്ളൊരു പേടി. മനസ്സിലായോ? അതേമാതിരി ആണാണെങ്കിൽ എന്ത് ചോദിക്കും? എൻ്റെ ഭാര്യ ഇതുണ്ട്, എൻ്റെ പെൺമക്കളുണ്ട്, ഇയാളെന്തോലും കയറി പിടിക്കുവോ എന്ന് മകനുള്ള പേടി. പിന്നെ ഭാര്യയാണെങ്കിൽ ഇവൻ അപ്പം ചിന്തിച്ച് നോക്കിക്കോണം.
അച്ഛൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അച്ഛൻ ഈ ഒരു രീതിയിലേക്ക് പോയി ഇങ്ങനൊരു പ്രശ്നത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പെൺമക്കളും ആൺമക്കളും ചിന്തിക്കുന്ന കാര്യം ഇതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആണുങ്ങളെല്ലാം എന്താ പറയുന്നത്, നീ കുറച്ച് അടങ്ങിക്കോ. വഴക്കിനൊന്നും വരരുത്. കൂടുതൽ പറയണമെന്നൊക്കെ വിചാരിച്ചയാ. പക്ഷേ ഇത്രയും മതി. ഇനി ബാക്കി നാളെ പറയാം.